ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് എന്ത് സന്ദേശമാണ് തരുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഭഗവാൻ പറയുന്നത് നിങ്ങളുടെ ആത്മസമർപ്പണം ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് മെസ്സേജ് കേട്ടോ. നിങ്ങൾ ജീവിതത്തിൻ്റെ ഒഴുക്കിനൊത്ത് നീന്താൻ പഠിച്ചിരിക്കുന്നു, ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയുള്ള മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തരുന്നത് കേട്ടോ. നിങ്ങൾ വളരെ മെച്യൂറായിട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പിടിച്ചുയർത്താൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഭഗവാന് ഭക്തരാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, അതിനാൽ നിങ്ങളെ അത്രയേറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ഭഗവാൻ നിങ്ങളിൽ കൃപ ചൊരിയും എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അത്രയേറെ കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാനെ എന്നെ അറിയാം നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നിങ്ങളുടെ ഈ ക്ഷമയോടുകൂടിയുള്ള ഈ കാത്തിരിപ്പും ഭഗവാൻ കാണുന്നുണ്ട്. എല്ലാത്തിനും ഉടനെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രതിഫലം തരുന്നതാണ്. അത് ഓരോരുത്തർക്കും എത്തേണ്ട രീതിയിൽ എത്തേണ്ട സമയത്ത് തന്നെ ഭഗവാൻ തരുന്നതാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ വേവോളം കാത്തിരുന്നതല്ലേ, ഇനി ആറുന്നൊരു താമസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് ഉറപ്പിച്ചോളൂ, നിങ്ങളിലോട്ട് കൃപ ചൊരിയാനുള്ള സമയം ആഗതമായിട്ട് വരുന്നുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ഒരു അവസാനം വരുന്നുണ്ട്. ചിലർക്കത് റിലേഷൻഷിപ്പ്, കരിയർ, ഹെൽത്ത്, ഫിനാൻസ്, ഏത് മേഖലയിലായിരുന്നാലും നിങ്ങൾ എവിടെയാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് അതിനൊക്കെ ഒരു അവസാനം വരുന്നുണ്ട്. നിങ്ങളതെല്ലാം മറന്ന് പുതിയൊരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറ്റപ്പെടും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇത്രയും നാൾ ജീവിച്ചതുപോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. നിങ്ങൾ വിശ്വസിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. ആ സമയം ആയി വരുന്നുണ്ട്. നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. നിങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും എല്ലാം മാറുന്നുണ്ട്. നിങ്ങളിലോട്ട് പുതിയൊരു ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് തന്നെ നിങ്ങൾ മാറും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ഗീതയുടെക്ക് കിട്ടിയിരിക്കുന്ന ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഇത്രയേറെ അംഗീകരിക്കുന്നതിനാലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാലും ഭഗവാന്റെ ഭക്തരായതിനാലും ഭഗവാനെ ഫ്രണ്ടായിട്ട് നിങ്ങൾ കാണുന്നതിനാലും ഒക്കെ നിങ്ങളോട്ട് ഭഗവാൻ നിങ്ങൾക്ക് ലഭ്യമാകാതിരുന്ന പല അറിവുകളും നിഗൂഢമായ ശാസ്ത്രങ്ങളും ഒക്കെ പകർന്നു തരാൻ പോകുന്നു എന്നുള്ളതായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് വിസ്ഡം ഓപ്പണായി വരുന്നു. അത് പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാൻ നിങ്ങളിലെല്ലാം പ്രീതിപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.